ഞാനൊന്നും പറയുന്നില്ല. അത് ആക്ഷേപം കേട്ടതാരാ? ബജറ്റിൽ ആക്ഷേപം കേട്ടതാരാ? ഞാനാണ് ആക്ഷേപം കേട്ടത്. ഒരാഴ്ച ആഘോഷിച്ചു മിനറൽ കോറിഡോർ, കേരളത്തിലെ കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്നു ഈ ഗവൺമെന്റ്. മുഖ്യമന്ത്രി അതിന് കുടപിടിച്ചു കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ബജറ്റിൽ ഒരു വാചകം പോലും ഇല്ല. ഇതെല്ലാം ചെയ്തു വെച്ച ആളുകളാണ് വന്ന് ഞങ്ങളെ വിമർശിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഹൈദരാബാദിലെ കമ്പനിക്ക് മോണോസൈറ്റ് ക്രാക്കിങ്ങിന് ഇതുവരെ ചെയ്യാത്ത ഒരു ഡീല് ചെയ്ത് എല്ലാം വെച്ചിട്ടാണ് ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങളുടെ നെഞ്ചു നേരെയാണ് നിങ്ങൾ പറക്കണം. ഒന്നും ചെയ്യില്ല. നിങ്ങളിവിടെ ബഹളമുണ്ടാക്കിയ ഒന്നും വേണ്ടാത്തതൊന്നും ഈ ഗവൺമെന്റ് ചെയ്യില്ല. വേണ്ടാത്തതൊന്നും. ഇനി പ്രതിപക്ഷം നന്നായി വർക്ക് ചെയ്തോ. ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ ഇത് തെറ്റാണ്, ഞങ്ങൾക്കത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മാപ്പ് കൂടി പറഞ്ഞാൽ അത് പിൻവലിക്കും. അതിന് നിങ്ങൾ യു ടേൺ എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. തെറ്റ് പറ്റും. ഗവൺമെന്റുകൾക്ക് തെറ്റ് പറ്റും, വ്യക്തികൾക്ക് തെറ്റ് പറ്റും. പക്ഷെ ഒരു സതുദ്ദേശത്തോടുകൂടി ഇൻ ഗുഡ് ഫൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത്, തിരുത്തേണ്ടത് പ്രതിപക്ഷമാണ്. നിങ്ങൾ ശരിയായ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ പ്രചരണം, ലൈഫ് പദ്ധതി നിർത്താൻ പോകുന്നു, കേരളം മുഴുവൻ സ്വകാര്യ വൽക്കരണമാണ്, എന്തെല്ലാമാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം മദ്യത്തിന്റെ കാര്യം ഇന്നിവിടെ വീണ്ടും പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞാൻ പഴയ കഥ 2021 തൊട്ടുള്ള ഫയൽ ഇവിടെ വായിച്ചപ്പോ ആരാണ് അതിൽ പോയത്? ഇതുപോലൊരു പോക്ക് പോയതാ. ഏത് ഈ മിനറലിന്റെ കാര്യത്തിൽ പോയ പോലത്തെ ഒരു പോക്ക് പോയതാ. എല്ലാം തിരിച്ചടിക്കും. ഞങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ, വളരെ ശ്രദ്ധിച്ച് ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. ഒരു വകുപ്പിലും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല. ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചും ചർച്ച ചെയ്തും രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടടുത്ത് രാഷ്ട്രീയ തീരുമാനം എടുത്തും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കണം. നമ്മൾ കൺവെൻഷനായി പറഞ്ഞു വരുന്ന ചില വാക്കുകൾ ഉപയോഗിച്ച് സർക്കാർ ചെയ്യുന്ന ഈ ബജറ്റിൽ അത്തരം ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. മാറ്റമുണ്ടാകും.